Hi all, welcome to Orientation Program 11.0. So, ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് is all about syllabus decoding ആണ്. സോ നമ്മുടെ ആദ്യത്തെ 8 പ്രോഗ്രാംസ് വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് നമ്മുടെ സ്പെസിഫിക് സബ്ജക്റ്റിന്റെ സിലബസ് ഡിക്കോർഡിങ്സ് ആണ്. സിലബസിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ റിസോഴ്സസ്, ലേണിംഗ് റിസോഴ്സസ് എവിടെ നിന്നൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അസൈൻമെന്റ്സ്, നമ്മുടെ ടിഇനെ കുറിച്ചിട്ട്, ക്രെഡിറ്റ് സിസ്റ്റം, അങ്ങനെ അടങ്ങുന്ന ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ സിലബസിനെ അറിയാൻ നമുക്ക് സഹായിക്കുന്ന എന്തൊക്കെയാണോ അതിന്റെ ഒരു ഓവർവ്യൂ ആൻഡ് ഡീപ്പ് അനാലിസിസ് ആണ് ഈ ഒരു ഹോൾ സെഷൻ. ആൻഡ് ഇന്നത്തെ ഈ സെഷന് നമ്മുടെ കൂടെ ദുർഗ മാമും ആൻഡ് അർച്ചന മാമും കൂടെ ഉണ്ട്. വെൽക്കം യു ഓൾ. സോ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസ്റ്റർ ഓഫ് ആർട്സ് എക്കണോമിക്സ്, ആൻഡ് ഇതിന്റെ ഒരു പ്രോഗ്രാം കോഡ് ഉണ്ട്. എല്ലാ പ്രോഗ്രാമിനും അതിൻ്റെതായിട്ടുള്ള ഒരു കോഡ് ഉണ്ട്, സ്പെസിഫിക് കോഡ്സ് ഉണ്ട്. സോ എം എ എക്കണോമിക്സിന്റെ കോഡ് എന്ന് പറയുന്നത് MAEC ആണ്. ഓക്കെ, സോ ഇതിൽ എന്തൊക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്ന കോഴ്സസ് എന്തൊക്കെയാണ്, ഇന്നയുടെ സബ്ജക്ട്സിനെ വിളിക്കുന്നത് കോഴ്സസ് എന്നാണ്. ഓക്കെ, ആൻഡ് ഓരോ കോഴ്സിലും എത്ര അധികം ബ്ലോക്സ് ഉണ്ട്, ആൻഡ് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിറ്റ്സ്, ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്തൊക്കെയാണ്. സോ എന്തൊക്കെയാണ് നമ്മൾക്ക് ഇന്നത്തെ ഈ സെഷനോട് കൂടി എന്തൊക്കെ ഈ ഒരു ഓവർവ്യൂ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു MEECയുടെ കറക്റ്റ് പ്രോഗ്രാം ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഒന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എല്ലാ കോഴ്സ്, അതിന്റെ എത്ര ബ്ലോക്ക്, അതുപോലെ തന്നെ യൂണിറ്റ്, ഇൻഡിവിജ്വൽ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള യൂണിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കൂടെ ഇതിലൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ക്രെഡിറ്റ് സിസ്റ്റത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ലേണിംഗ് റിസോഴ്സസിനെ കുറിച്ചിട്ടും ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കും. സോ ഇന്നത്തെ ഈ ഒരു ഓവറോൾ സെഷന്റെ അജണ്ട എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രക്ചർ ആണ്. ഇതിന്റെ ഡിഫറെന്റ് സിലബസ് ഉണ്ട് നമുക്ക്. സോ അതിന്റെ ഹൈറാർക്കി അനുസരിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് പ്രോഗ്രാം ഓവർ വ്യൂ ആണ്. അതിന്റെ കോഴ്സിന്റെ ഡിഫറെന്റ് കോഴ്സസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് വേയിലാണ്. സോ അതിന്റെ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു അനാലിസിസ് കാണും. അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള യൂണിറ്റിന്റെ ഒരു ഡീപ്പ് ഡീകോഡിംഗ് കൂടെ ഉണ്ടായിരിക്കും. ആൻഡ് ഫോർത്ത് വൺ ഇസ് റിസോഴ്സ് മാപ്പ് ആണ്. നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണ്. ആൻഡ് ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ജനറിക് ഓവർവ്യൂ ആണ്, സ്റ്റഡീസിനെ കുറിച്ചിട്ടും റിവിഷനെ കുറിച്ചിട്ടും ആൻഡ് ലേൺ വൈസ് നമുക്ക് തരുന്ന സപ്പോർട്ട് ടൂൾസിനെ കുറിച്ചിട്ടുമാണ്. സോ ഒരു സിലബസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എങ്ങനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ പ്രോഗ്രാം എന്ന് പറയുന്നത് MEEC ആണ്, പ്രോഗ്രാമിന്റെ കോഡ് MEEC ആണ്, ആൻഡ് ഒരു ഇയർലി പ്രോഗ്രാം ആണിത്. ആൻഡ് ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സസ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് കറക്റ്റ് നോക്കുകയാണെങ്കിൽ 6 സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ 6 കോഴ്സസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മൈക്രോ എക്കണോമിക്സ് പോലെ MEC 101 പോലത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള 6 സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ഇതിനെയൊക്കെ ഓരോ കോഴ്സിനെയും ഡിഫറെന്റ് ബ്ലോക്ക് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓരോ ബ്ലോക്സിനെയും ഇൻഡിവിജ്വൽ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള യൂണിറ്റ് ആയിട്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് കോഴ്സ് കോഡ് നമ്മൾ എങ്ങനെ റീഡ് ചെയ്യണമെന്ന് നോക്കാം. പ്രോഗ്രാം ഡിസിപ്ലിൻ ME, ആ ഒരു കോഡ് മാസ്റ്റർ ഓഫ് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് MEC, അതിനോട് കൂടെ തന്നെ ന്യൂമറിക്കൽ കോഡ്സ് ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. MEC 101 എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സിന്റെ ഒരു പേപ്പർ കോഡാണ്. ഇനി നമുക്ക് ബ്ലോക്ക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് ആയിട്ട് ഡീപ്പ് അനാലിസിലോട്ടേക്ക് പോകാം. കോഴ്സസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1, ബ്ലോക്ക് 2 അങ്ങനെ ഡിഫറെന്റ് ഒരു അപ് ടു ഒരു 6 ബ്ലോക്സ് വരെ സം കോഴ്സസിന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓരോ ബ്ലോക്സിലും നമുക്ക് ഒരു അപ് ടു 4 യൂണിറ്റ്സ് വരെയെങ്കിലും കാണാൻ പറ്റും. യൂണിറ്റ്സ് എന്ന് പറയുന്നത് സിംഗിൾ ചാപ്റ്റേഴ്സും, ബ്ലോക്സ് എന്ന് പറയുന്നത് കമ്പൈൻഡ് ആയിട്ടുള്ള യൂണിറ്റ് കൂടെ ചേരുമ്പോഴാണ് അതിനെ ബ്ലോക്സ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ക്രെഡിറ്റ് സിസ്റ്റം? പുട്ട് ഇറ്റ് സിമ്പിൾ, ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്ര സമയം ഒരു കോഴ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. ഓക്കെ, സോ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 hours ഈക്വലന്റ് ആണ്. സോ നമ്മൾ 6 ക്രെഡിറ്റ് ആണ് ഒരു സബ്ജക്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് MEC 101 എന്ന് പറയുന്ന മൈക്രോ എക്കോണമിക്സ് എന്ന് പറയുന്ന ആ ഒരു സ്പെസിഫിക് കോഴ്സ് 6 ക്രെഡിറ്റ് ആണ്. സോ വി ഹാവ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 180 hours, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സം സബ്ജക്ട് 4 hours 4 ക്രെഡിറ്റ്സ് ആണ് പറയുന്നത്. അവിടെ നമ്മൾ 420 hours സ്പെൻഡ് ചെയ്യണം. സം ക്രെഡിറ്റ്സ് സം സബ്ജക്ട് MEC 203 പോലത്തെ സബ്ജക്ട്സിനൊക്കെ 8 ക്രെഡിറ്റ്സ് ആണുള്ളത്. സോ ക്രെഡിറ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ടൈം മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ എത്രയധികം ടൈം അതിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് കോഴ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം, സിമ്പിൾ ആയിട്ട് അതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് തവണ പറഞ്ഞു ഈ സിലബസ് ഡിക്കോർഡിങ്സ് എന്ന് പറയുന്നത് എന്താണ്, കോഴ്സ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതോടൊപ്പം തന്നെ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് ആൻഡ് ക്രെഡിറ്റും, അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്പെസിഫിക് ആയിട്ട് ഉള്ള ഓരോ കോഴ്സിന്റെ ടൈപ്പ്, തിയറി ടൈപ്പ് ആണോ അല്ലെങ്കിൽ പ്രൊജക്ട് കൈൻഡ് ഓഫ് ടൈപ്പ് ആണോ എന്ന്. നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് എല്ലാം തന്നെ തിയറി ടൈപ്പ് ആണ്. ഇനി പ്രോഗ്രാംസ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ 6 കോഴ്സസ് ആണുള്ളത്. ടോട്ടൽ 40 ക്രെഡിറ്റ്സ് ആണ്.
ആൻഡ് എല്ലാം തന്നെ നമ്മൾക്ക് 100% തിയറി ബേസ്ഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. സോ നമ്മൾ കോഴ്സസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ 6 കോഴ്സസ് ആണുള്ളത്. ഫസ്റ്റ് വൺ MEC 101 മൈക്രോ എക്കണോമിക്സ് തിയറി ആൻഡ് അനാലിസിസ് 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. എല്ലാ പേപ്പറും തിയറി പേപ്പറാണ്. MEC 102 മാക്രോ എക്കണോമിക് തിയറി ആൻഡ് അനാലിസിസ് 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. MEC 203 ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് 8 ആണ് ക്രെഡിറ്റ്സ് വരുന്നത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. MEC 109 റിസർച്ച് മെത്തേഡ്സ് ഇൻ എക്കണോമിക്സ് 8 ആണ് ക്രെഡിറ്റ്സ് വരുന്നത്. MEC 205 ഇന്ത്യൻ എക്കോണമിക് പോളിസി 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. MEC 104 എക്കണോമി ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. സോ നമ്മൾ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ബൈ കോഴ്സസ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ MEC 203 ആൻഡ് MEC 110 8 ആണ് ക്രെഡിറ്റ്സ് വരുന്നത്. ആൻഡ് ഓൾ അതർ സബ്ജക്ട് അല്ലെങ്കിൽ കോഴ്സസിനൊക്കെ ക്രെഡിറ്റ് 6 ആണ് വരുന്നത്. നമുക്ക് ഡിഫറെന്റ് കോഴ്സസ് ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. MEC 101 മൈക്രോ എക്കണോമിക്സ് തിയറി ആൻഡ് അനാലിസിസ് ആണ് 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. കംപ്ലീറ്റ്ലി തിയറി ടൈപ്സ് ആണ്. ടോട്ടൽ 8 ബ്ലോക്സ് ആണ് ആൻഡ് വി ഹാവ് 26 യൂണിറ്റ്സ് ആണ്. ബ്ലോക്ക് വൈസ് ആയിട്ട് നമുക്കൊന്ന് ഇൻ ഡീറ്റെയിൽ പോവാം. ഫസ്റ്റ് ബ്ലോക്ക് കൺസ്യൂമർ ബിഹേവിയർ ആണ്. 3 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 1 തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ബേസിക് തിങ്സ്. ഇൻഡിവിജ്വൽ ലെവലിലുള്ള കൺസ്യൂമർ ബിഹേവിയർസ് ആണ്. അല്ലെങ്കിൽ നമ്മളോട് തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൺസ്യൂമർ ബിഹേവിയർ. അതാണ് യൂണിറ്റ് 1 യൂണിറ്റ് 2 തിയറി ഓഫ് ഡിമാൻഡ്. യൂണിറ്റ് 3 തിയറി ഓഫ് ഡിമാൻഡ് സം റീസൺ ഡെവലപ്മെന്റ്. ബ്ലോക്ക് 2 പ്രൊഡ്യൂസർ ബിഹേവിയർ ആണ്, പ്രൊഡ്യൂസർ ലെവലിലുള്ളത്. യൂണിറ്റ് 4 തിയറി ഓഫ് പ്രൊഡക്ഷൻ. യൂണിറ്റ് 5 തിയറി ഓഫ് കോസ്റ്റ്. യൂണിറ്റ് 6 പ്രൊഡക്ഷൻ എക്കണോമിക്സ്. ബ്ലോക്ക് 3 പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ, പ്രൈസിന്റെയും ഔട്ട്പുട്ടിന്റെയും. ഓക്കെ. യൂണിറ്റ് 7 പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. യൂണിറ്റ് 8 മൊണോപ്പൊളി. യൂണിറ്റ് 9 മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ലാസ്റ്റ്ലി യൂണിറ്റ് 10 ഒളിഗോപ്പൊളി. ബ്ലോക്ക് 4 ജനറൽ ഇക്വിലിബ്രിയം ആണ്. 2 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 11 ജനറൽ ഇക്വിലിബ്രിയം പ്യൂർ എക്സ്ചേഞ്ച് മോഡലും. യൂണിറ്റ് 12 ജനറൽ ഇക്വിലിബ്രിയം വിത്ത് പ്രൊഡക്ഷനും. നെക്സ്റ്റ് ബ്ലോക്സ് ആണ്. ബ്ലോക്ക് 5 വെൽഫെയർ എക്കണോമിക്സ്. യൂണിറ്റ് 13 പെഗോവിയൻ വേഴ്സസ് പെട്രേറ്റിയൻ അപ്രോച്ച്, പാരിറ്റേറിയൻ അപ്രോച്ച്. യൂണിറ്റ് 14 സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ. യൂണിറ്റ് 15 ഇംപെർഫെക്റ്റ് മാർക്കറ്റ് എക്സ്റ്റേണാലിറ്റി ആൻഡ് പബ്ലിക് ഗുഡ്സ്. യൂണിറ്റ് 16 സോഷ്യൽ ചോയ്സസ് ആൻഡ് വെൽഫെയർ. ബ്ലോക്ക് 6 എക്കണോമിക്സ് ഓഫ് അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി ഉണ്ടാകുന്ന സമയത്തുള്ള മാർക്കറ്റ് ആണ്. യൂണിറ്റ് 17 ചോയ്സസ് ഇൻ അൺസർട്ടൻ സിറ്റുവേഷൻസ്. യൂണിറ്റ് 18 ഇൻഷുറൻസ് ചോയ്സസ് ആൻഡ് റിസ്കസ്. ആൻഡ് യൂണിറ്റ് 19 എക്കണോമിക്സ് ഓഫ് ഇൻഫോർമേഷൻ. ബ്ലോക്ക് 7 നോൺ കോപ്പറേറ്റീവ് ഗെയിം തിയറി പാർട്ട് 1. യൂണിറ്റ് 20 സ്റ്റാറ്റിക് ഗെയിംസ് ഓഫ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ. Unit 21 static games with complete information and applications. Unit 22 dynamic games with complete information. Block 8 non-cooperative game theory part 2. Unit 23 static games of incomplete information with the application to option. Unit 24 dynamic games with the incomplete information, perfect bias and equilibrium. Unit 25 signaling games and their application. And lastly Unit 26 refinements of perfect bias and equilibrium. Next course ആണ് മാക്രോ എക്കണോമിക് തിയറി ആൻഡ് അനാലിസിസ്. അതിന്റെ പ്രോഗ്രാം കോഡ് MEC 102 എന്നാണ്. 6 ക്രെഡിറ്റ്സ് ആണ്. ഫുള്ളി തിയറി ടൈപ്പ് ആണ്. 7 ബ്ലോക്സ് ആൻഡ് 19 യൂണിറ്റ്സ് ആണ് അതിനകത്തുള്ളത്. സോ ബ്ലോക്ക് വൈസ് ആയിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ ട്രഡീഷണൽ അപ്രോച്ചസ് ആണ്. 5 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ് 1 ക്ലാസിക് അപ്രോച്ച്. യൂണിറ്റ് 2 കൈനീഷ്യൻ മോഡൽ. യൂണിറ്റ് 3 നിയോ ക്ലാസിക്കൽ സിന്തസിസ്. ആൻഡ് 4 ഓപ്പൺ എക്കോണമി മാക്രോ എക്കണോമിക്സ് പാർട്ട് 1. And lastly 5 open economy macroeconomics 2. ഇതിന്റെ ഡിഫറെന്റ് അപ്രോച്ചസും ഇതിന്റെ കമ്പാരിസൺസും ക്ലാസിഫിക്കേഷൻസും അസംഷൻസും ആണ് ഈ ഒരു ബ്ലോക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട്. ആൻഡ് ബ്ലോക്ക് 2 2 യൂണിറ്റ്സ് ആണ്. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻസ് ആണ്. യൂണിറ്റ് 6 ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ആൻഡ് 7 റാഷണൽ എക്സ്പെക്ടേഷൻസ്. ബ്ലോക്ക് 3 ഇന്റർടെമ്പോറൽ ഡിസിഷൻ മേക്കിംഗ്. യൂണിറ്റ് 8 കൺസെപ്ഷൻ ആൻഡ് അസെറ്റ് പ്രൈസസ്. യൂണിറ്റ് 9 റാംസെ-ഗുട്ട്മാൻസ് മോഡൽ. യൂണിറ്റ് 10 ഓവർലാപ്പിംഗ് ജനറേഷൻ മോഡൽ. Block 4 business cycles. Unit 11 traditional models of business cycles. And Unit 12 real business cycles. Block 5 labor markets. Unit 13 nominal and real rigidities. And Unit 14 search theory and unemployment. Block 6 monetary policy. Unit 15 central banks and the supply of money. Unit 16 conduct of monetary policy. And 17 theory of monetary policy. Block 7 is all about physical policy. 2 units ആണുള്ളത്. Unit 18 physical policy and 19 physical sustainability. Next course MEC 203 quantitative methods ആണ്. Total credits വരുന്നത് 8 ആണ്. Highly important ആണ്. Theory type ആണ്. 9 blocks ആണുള്ളത്. And we have 31 units in it. Block 1 basic mathematics 4 units ആണുള്ളത്. Fundamental concepts, basic method overview, relations and functions, and lastly coordinate geometry.
Block 2, linear algebra. Unit 5, matrix algebra, vector analysis, vector and matrices, vector and matrix representations. Block 3, calculus. 4 units ആണുള്ളത്. Unit 9, limits and continuity. 10 differential calculus, 1 variables. 11 differential calculus, several variables. And in 12 differential calculus, part 2, several variables. Block 4 real analysis. 3 units ആണുള്ളത്. 13 real analysis and unit 14 calculus of several variables and 15 basic concepts of metric space. Block 5 optimization, unit 16 introduction ആണ്. 17 unconstrained and constrained, 18 advanced part 1 and 19 advanced part 2. Block 6 dynamics, 20 difference equations, 21 differential equations. Block 7 dynamic options, 22 intertemporal choices part 1, 23 intertemporal choices part 2 and 24 economic apps. Block 8 probability, unit 25 theory and 26 distribution part 1, unit 27 distribution part 2. Block 9 inferential studies, unit 28 samplings, 29 distributions, 30 estimation and 31 hypothesis. Next course ആണ് MTC 104 economic growth and development. 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. ഫുള്ളി തിയറി പേപ്പർ ആണ്. 8 ബ്ലോക്സും അതോടൊപ്പം തന്നെ 13 യൂണിറ്റ്സും ഉണ്ട്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ഗ്രോത്ത് 4 യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് 1 കോൺസെപ്റ്റ്സ് ഓർ മെഷേഴ്സ്, 2 ഹെറോഡോമർ മോഡൽ ആൻഡ് സോളോ മോഡൽ ഇൻ യൂണിറ്റ് 3 ആൻഡ് കാംബ്രിഡ്ജ് മോഡൽ ഇൻ യൂണിറ്റ് 4. ബ്ലോക്ക് 2 ടെക് ആൻഡ് പ്രൊഡക്ടിവിറ്റി, യൂണിറ്റ് 5 ടെക് ചേഞ്ചസ്, യൂണിറ്റ് 6 TFP, 7 ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഗ്രോത്ത്സ് ഡെവലപ്മെന്റൽ പ്ലാൻ ഇൻ യൂണിറ്റ് 8. Block 3 models critiques, unit 9 optimizing agents, unit 10 under certainty, unit 11 endogenous part 1 and unit 12 endogenous part 2, unit 13 current debates. Block 4 under development part 1, unit 14 human welfare, unit 15 processes and consequences, unit 16 labor migrations. Block 5 under development part 2, unit 17 global supply chain, unit 18 demographic changes, unit 19 behavioral economy and unit 20 geography. Block 6 human rights, 21 rights based acts and 22 gender and development, unit 23 democracy. Block 7 state and markets, unit 24 role of states, unit 25 institutional evolutions, unit 26 climate change. Block 8 developmental experiences, unit 27 Chinese economy, unit 28 East Asian economy, unit 29 Brazilian economy and unit 30 South African economy. Next course ആണ് MES 109 research methods in economics. 8 ആണ് ക്രെഡിറ്റ്സ് വരുന്നത്. തിയറി ടൈപ്പ് ആണ്. 6 ബ്ലോക്സ് ആണ്. 24 യൂണിറ്റ്സ് ഉണ്ട്. ബ്ലോക്ക് 1 ഇഷ്യൂസ് ആൻഡ് പെർസ്പെക്ടീവ്സ് 5 യൂണിറ്റ്സ് ആണുള്ളത്. കൺസെപ്ച്വൽ ഫൗണ്ടേഷൻ, പോസിറ്റിവിസം ആൻഡ് പോസ്റ്റ് പോസിറ്റിവിസം, മോഡൽസ് ഓഫ് എക്സ്പ്ലനേഷൻ ആൻഡ് യൂണിറ്റ് 3, ഡിബേറ്റ്സ് ഇൻ എക്കണോമിക്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. Block 2 design and measurement, unit 6 mixed methods, 7 data collection sampling, 8 measurement and scaling. Block 3 quantitative methods part 1, unit 9 2 variable regression, 10 multivariable regression, 11 measures of inequality and 12 composite index. Block 4 quantitative methods part 2, 13 factor analysis, 14 canonical correlation and 15 cluster analysis, 16 correspondence analysis and 17 structural equation modeling. Block 5 qualitative methods, 3 units ആണുള്ളത്. Participatory method, content analysis and finally action research. Block 6 database of Indian economy, 21 macro variable data, 22 average and industrial data, 23 trade and finance, 24 social sector. MEC 205 Indian economic policy. 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. തിയറി ടൈപ്പ് ആണ്. ബ്ലോക്ക് എന്ന് പറയുന്നത് 6 ബ്ലോക്സ് ആൻഡ് അതുപോലെ തന്നെ 25 യൂണിറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. ബ്ലോക്ക് 1 ഡെവലപ്മെന്റൽ ഓവർവ്യൂ, യൂണിറ്റ് 1 ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവ്, 2 ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചർ, 3 demographic transitions, 4 natural disasters and 5 infrastructure. Block 2 development strategies, unit 6 stage and market, unit 7 economic reforms, unit 8 post reform developments. Block 3 monetary and physical, unit 9 inflation and monetary, 10 capital market, 11 physical policy and FOBN Act, 12 union and state relations. Block 4 sectoral specific issues, unit 13 agriculture, 14 large scale industries, 15 MSME sectors, 16 service sector part 1, 17 service sector part 2.
Block 5 external sector, Unit 18 trade policy, Unit 19 foreign trade and BOP, Unit 20 foreign capitals. Block 6 major issues, 21 poverty and malnutrition, 22 employment and unemployment, 23 social security, 24 regional disparities and 25 good governance. So first year syllabus ഒന്നുകൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോഴ്സസും അതിന്റെ പ്രോഗ്രാം ടൈറ്റിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. MEC 101 മൈക്രോ എക്കണോമിക്സ് തിയറി ആൻഡ് അനാലിസിസ് 6 ആണ് ക്രെഡിറ്റ്, 26 യൂണിറ്റ്സ് ആൻഡ് 8 ബ്ലോക്സ്. MEC 102 മാക്രോ എക്കണോമിക് തിയറി ആൻഡ് അനാലിസിസ് 6 ആണ് ക്രെഡിറ്റ്, 19 യൂണിറ്റ്സ് ആൻഡ് 7 ബ്ലോക്സ്. MEC 203 ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് 8 ആണ് ക്രെഡിറ്റ്സ്, 31 യൂണിറ്റ്സ് ആൻഡ് 9 ബ്ലോക്സ്. MEC 104 എക്കണോമിക്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് 6 ആണ് ക്രെഡിറ്റ്, 30 units and 8 blocks ആണ്. MEC 109 research methods in economics 8 ആണ് credits വരുന്നത്, 24 units and 6 blocks ആണ്. MEC 205 Indian economic policy 6 ആണ് credit വരുന്നത്, 25 units and 6 blocks ആണ്. So first year total നമുക്ക് 14 credits ആണുള്ളത്, total 155 units and 44 blocks ഉണ്ട്. ഇനി ഫസ്റ്റ് ഇയറിലുള്ള സം ക്രോസ് കോഴ്സ് കൺസെപ്റ്റ്സ് നോക്കുകയാണെങ്കിൽ MEC 101 മൈക്രോ എക്കണോമിക് തിയറി അനാലിസിസ് എന്ന് പറയുന്ന പർട്ടിക്കുലർ പേപ്പർ ഒരു ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, ഇനി MEC 203 ക്വാണ്ടിറ്റേറ്റീവ് പേപ്പർ ഒരു മെത്തഡോളജിക്കൽ പേപ്പർ ആണ്. ആൻഡ് MEC 104 ഫുള്ളി ഒരു ആപ്ലിക്കേഷൻ ലെവൽ പേപ്പർ ആണ്. MEC 102 അഗെയിൻ മാക്രോ എക്കണോമിക്സ് ഫൗണ്ടേഷൻ ആണ്. MEC 109 MEC 203 പോലെ ഒരു മെത്തഡോളജിക്കൽ പേപ്പർ ആണ് ആൻഡ് ആപ്ലിക്കേഷൻ പേപ്പർ തന്നെയാണ് MEC 205 ഇന്ത്യൻ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. സോ സിലബസ് മാപ്പിംഗ് എന്തുകൊണ്ട് മാറ്റർ ആവുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സിലബസിന്റെ ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്, ബ്ലോക്സ് ആൻഡ് ഡിഫറെന്റ് യൂണിറ്റ്സ്. ഓക്കെ, സോ ഇതെന്താണ് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെടുക്കണം. ആദ്യം നമ്മൾ ഇൻഡിവിജ്വൽ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള യൂണിറ്റ് കവർ ചെയ്യണം, ദെൻ നമ്മൾ ബ്ലോക്സ് കവർ ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് 6 കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾക്ക് എക്സാമും കൂടെ കംപ്ലീറ്റ് ആവും. നമ്മുടെ ഫസ്റ്റ് ഇയർ TE കംപ്ലീറ്റ് ആവും. അതാണ് ഫസ്റ്റ് ഇയറിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ റിസോഴ്സസും എക്സാം റെഡിനെസ് ഇതുകൊണ്ടൊക്കെയാണ് സിലബസ് മാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫസ്റ്റ് ഇയർ TE അല്ലെങ്കിൽ ആസ് എ ലേണർ ഇമ്പോർട്ടന്റ് ആവുന്നത് ഈ 3 കാരണങ്ങൾ കൊണ്ടാണ്. ഇനി ജനറിക് റിസോഴ്സസ് ആണ്. എന്തൊക്കെ റിസോഴ്സസ് ആണ് നമ്മുടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ ലേണേഴ്സ്? ഫസ്റ്റ് വൺ റെക്കോർഡ് ലെക്ചേഴ്സ് ആണ്, യൂണിറ്റ് വൈസ് ആയിട്ടുള്ള വീഡിയോസ്, അതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദെൻ വാല്യൂ ആഡഡ് നോട്ട്സ് ആണ്. ഇത് കൈൻഡ് ഓഫ് ഹെൽപ്പ് ബുക്ക് ആണ്. നമ്മള് ടെക്സ്റ്റ് ബുക്ക് കുറച്ചും കൂടെ വോള്യൂമസ് ആണ്. അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെക്ചർ കൈൻഡ് ഓഫ് നോട്ട്സ് ആണ് വാല്യൂ ആഡഡ് നോട്ട്സ് അഥവാ VAN എന്ന് വിളിക്കും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി അസൈൻമെന്റ് ഗൈഡ് ബുക്ക് ആണ്. നമ്മളുടെ TE എഴുതുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്റ്റഡി സെന്ററിൽ ദേ ഹാവ് ടു സബ്മിറ്റ് യുവർ അസൈൻമെന്റ്. സോ അസൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അസൈൻമെന്റ് ഗൈഡ് ബുക്കും റിസോഴ്സസിന്റെ ഭാഗമാണ്. ആൻഡ് PYQ അൾട്ടിമേറ്റ് അനാലിസിസ്, പാസ്റ്റ് ഇയേഴ്സിൽ റിക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കോർ തീമിനെ അനലൈസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു PYQ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് റിസോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി മോഡൽ എക്സാംസ്, TEയുടെ സെയിം എൻവയോൺമെന്റിൽ നമ്മുടെ ഇഗ്നോയുടെ സെയിം എക്സാം പേപ്പറിന് മിറർ ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മോഡൽ എക്സാംസ്. ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്ക് EST എന്ന് പറയുന്ന ഒരു ഫോൾഡർ. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ റിസോഴ്സസിന്റെ ഭാഗമായിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് റിസോഴ്സസ് ടു സിലബസ് അലൈൻമെന്റ് നോക്കാം. റെക്കോർഡ് ലെക്ചേഴ്സ് എന്ന് പറയുന്നത് കോർ ലേണിംഗ് ആണ്. നമ്മൾ നിർബന്ധമായിട്ടും ആ ഒരു വീഡിയോ ലെക്ചറിന് വാച്ച് ചെയ്തിരിക്കണം. അതാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. കോൺസെപ്റ്റ് ലിങ്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് വാല്യൂ ആഡഡ് നോട്ട്സ് ആണ്. വാൻ ഒരു ക്വിക്ക് റെഫറൻസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു നോട്ട്സിനെയാണ് നമ്മൾ വാൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് PYQE നമ്മളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നു? ട്രാൻസ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സാം സ്ട്രാറ്റജി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ്. ഓരോ ഇയർ കൂടുമ്പോഴും പല ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് റിക്കറന്റ് ആയിട്ട് ചോദിച്ചു വരുന്നുണ്ട്. സോ അതിന്റെ ഒരു അനാലിസിസും ട്രാൻസ്പോർട്ടിങ്ങിനും PYQA ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് സ്പെസിഫിക് ഡാറ്റാ പോയിന്റിനും ആൻഡ് ഔട്ട്പുട്ട് സ്ട്രക്ചറിങ്ങിനും വേണ്ടിയിട്ടാണ്. ആൻഡ് മോഡൽ എക്സാം ഒബ്വിയസ്ലി കോൺസെപ്ച്വൽ ക്ലാരിറ്റി നമുക്ക് നന്നായിട്ട് തരുന്നുണ്ട്. ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. 3 അവേഴ്സിനുള്ളിൽ നമ്മൾ എഴുതി തീർക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ്. സോ ഈ ഒരു മോഡൽ എക്സാമിലൂടെ ടൈം മാനേജ്മെന്റും ലേണേഴ്സിലോട്ടേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് കോഴ്സ് വൈസ് മാപ്പിംഗ് നോക്കുവാണെങ്കിൽ മൈക്രോ എക്കണോമിക് അനാലിസിസ് MEC 101 കോർ പേപ്പർ ആണ്. PYQA സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അസൈൻമെന്റ് ഗൈഡും ഉണ്ട്. മോഡൽ എക്സാംസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MEC 102 കോർ പേപ്പർ ആണ്. ആൻഡ് PYQയുടെ സപ്പോർട്ട് ഉണ്ട്. അസൈൻമെന്റ് ഗൈഡ് ബുക്ക് ഉണ്ട്. അതുപോലെ തന്നെ മോഡൽ എക്സാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് MEC 203
എന്ന് പറയുന്നത് ലെക്ചേഴ്സ് കുറച്ച് കോർ ടോപ്പിക്സ് തന്നെയാണ്, ഹെവി ആയിട്ടുള്ള ടോപ്പിക്കാണ്, കാരണം 8 ക്രെഡിറ്റ് വരുന്നത്. ആൻഡ് PYQA കോർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് ആൻഡ് മോഡൽ എക്സാംസും കോർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് MEC 104 ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ലെക്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് മോഡൽ എക്സാംസ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിസർച്ച് മെത്തഡോളജീസ് MEC 109 ഒരു ഹെവി ടോപ്പിക് ആണ്, കോർ ടോപ്പിക് ആണ്. ആൻഡ് MEC 205 ഇന്ത്യൻ എക്കണോമിക് പോളിസി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേപ്പർ ആണ്, കോർ ടോപ്പിക് ആണ്. അതോടൊപ്പം തന്നെ മോഡൽ എക്സാമും കൈൻഡ് ഓഫ് ഓപ്ഷണൽ. ഇനി അഡ്വാൻസ്ഡ് ലേണിംഗ് ആൻഡ് സപ്പോർട്ട് എക്കോസിസ്റ്റം ആണ്. ലേണിംഗ് ആൻഡ് പ്രൊവിഷൻ. ഓക്കെ, റെക്കോർഡഡ് ലെക്ചേഴ്സ് ഉണ്ട്, നമുക്ക് വീഡിയോ ക്ലാസ്സസ് വി ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. അതുപോലെ വാൻ എന്ന് പറയുന്ന ഫോൾഡേഴ്സ്, വാല്യൂ ആഡഡ് നോട്ട്സ് നമ്മൾക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് സം ടോപ്പിക്സിന് നമ്മൾ ലൈവ് സെഷൻസ് കൂടെ കൊടുക്കുന്നുണ്ട്. ആൻഡ് അസൈൻമെന്റ്സ് ആൻഡ് റൈറ്റിംഗ് ആണ്. അസൈൻമെന്റിന്റെ ആൻസർ ഗൈഡ് ബുക്കും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാം റെഡിനെസ്, PYQ അൾട്ടിമേറ്റ് അനാലിസിസ്, നമ്മൾ നേരത്തെ പറഞ്ഞ അൾട്ടിമേറ്റ് അനാലിസിന്റെ ഒരു ഗൈഡ് ബുക്ക്, മോഡൽ എക്സാമും അതോടൊപ്പം തന്നെ TEക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓരോ വീഡിയോ ലെക്ചറിന് താഴെയായിട്ട് നമുക്കൊരു ഫോൾഡർ കാണാൻ പറ്റും, EST എന്ന് പറഞ്ഞിട്ട്, വിത്ത് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ആൻഡ് ഫോർത്തിലി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെൽബീയിങ് സപ്പോർട്ട്, ലേണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വെൽബീയിങ് സപ്പോർട്ട് ത്രൂ ഹാപ്പിനെസ് അംബാസഡറിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കരിക്കുലർ ഇവന്റ്സും അതുപോലെ തന്നെ നമ്മുടെ കരിയർ ഇനിഷ്യേറ്റീവ്സിന് വേണ്ടിയിട്ട്, സ്കില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ കൈൻഡ് ഓഫ് ഇനിഷ്യേറ്റീവ്സും നമുക്ക് ഇവിടുന്ന് ലേൺവൈസിന്റെ ഒരു ഹെൽപ്പ് ലേണേഴ്സിന് ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ് അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദുർഗാ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു യു മാം. സോ ഇപ്പം നമുക്ക് കഴിഞ്ഞ ഒരു മോർ ദാൻ ഹാഫ് ആൻ അവർ ആയിട്ട് ഷെറിൻ മാം നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സബ്ജക്ട്സിനെ കുറിച്ചും അതുപോലെ തന്നെ ലേൺവൈസിന്റെ കണ്ടന്റിനെ കുറിച്ചും ആ ഒരു നമ്മുടെ MA എക്കണോമിക്സ് എന്നുള്ള ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങൾ ആ ഒരു 1 ഇയറിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇവിടെ കണ്ടക്ട് ചെയ്തിരുന്നത്. സോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ അവൈലബിൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇപ്പൊ നമ്മുടെ സിലബസ് ഏകദേശം ഒരു ഐഡിയ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് സ്റ്റിൽ നമ്മുടെ മൈൻഡിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അസൈൻമെന്റ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അതും ഷെറിൻ മാം പറഞ്ഞെങ്കിൽ പോലും നമ്മൾ അതിനെക്കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഓരോ സബ്ജക്ട്സിനും നമ്മളൊരു അസൈൻമെന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇഗ്നോയില് നമ്മുടെ സിലബസ് അതുപോലെ തന്നെ എക്സാംസ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അസൈൻമെന്റ്സ് എന്നുള്ളത്. സോ നിങ്ങൾക്ക് ഒരു ഇയറിലേക്ക് എത്ര സബ്ജക്ട്സ് ആണോ നിങ്ങളുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അത്രയും സബ്ജക്ട്സിന്റെ തന്നെ നമ്മുടെ അസൈൻമെന്റ്സ് ഹാൻഡ് റിട്ടൺ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന സ്റ്റഡി സെന്ററിൽ നമുക്ക് അവൈലബിൾ ആവുന്ന ഡ്യൂ ഡേറ്റിനകത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആ ഒരു അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് ഹാൻഡ് റിട്ടൺ ഫോർമാറ്റിലായിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ ഈ പറയുന്ന ഡ്യൂ ഡേറ്റിനകത്ത് നമ്മൾ സ്റ്റഡി സെന്ററിൽ അത് സബ്മിറ്റ് ചെയ്യുകയും വേണം. ഈ ഓരോ സബ്ജക്റ്റിന്റെയും അസൈൻമെന്റ്സ്, അപ്പൊ നമ്മൾ അസൈൻമെന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് 1 ഇയറിലേക്ക് എത്ര സബ്ജക്ട്സ് ആണോ വരുന്നത് അത്രയും സബ്ജക്ട്സിന് നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയും അത് നമ്മൾ എവിടെയാണോ സ്റ്റഡി സെന്ററിൽ ചൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഏത് കോളേജ് ആണോ സ്റ്റഡി സെന്റർ ആയിട്ട് ചൂസ് ചെയ്യുന്നത് അവിടെ നമ്മൾ ആ ഒരു ഡ്യൂ ഡേറ്റിനകം സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സാംസ് രജിസ്റ്റർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ആ ഒരു എക്സാംസിൽ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന്റെ പാർട്ട് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റ്സിൽ പാസ് മാർക്ക് ആയിട്ട് നമ്മൾ സ്കോർ ചെയ്യേണ്ടത് 40 ഈച്ച് ആയിരിക്കണം. അതായത് ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന്റെ അസൈൻമെന്റ്സിലായിക്കോട്ടെ അതിന്റെ ടേം ആൻഡ് എക്സാമിനേഷനിലായിക്കോട്ടെ രണ്ടിലും നമ്മൾ 40 ഈച്ച് പാസ് മാർക്ക് ആയിട്ട് സ്കോർ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾ ആ ഒരു സബ്ജക്ട് ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ പാസ് ഔട്ട് ആവുന്നത്. മേ ബി എന്തെങ്കിലും റീസൺസ് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇയർലി ആ ഒരു അസൈൻമെന്റ് സബ്മിഷൻ മിസ് ആവുകയാണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആ ഒരു ഇയറിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന്റെ എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ലേ. സോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അസൈൻമെന്റ്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സോ എക്സാംസ് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ഈ പറയുന്ന അസൈൻമെന്റ് ഗൈഡ് ബുക്സ് ഒക്കെ തന്നെ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വിത്ത് മെന്റർ അസിസ്റ്റൻസ്, വിത്ത് മെന്റർഷിപ്പ് ലേണേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ വിത്ത് മെന്റർഷിപ്പ് അസിസ്റ്റൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ നമുക്കറിയാം ഈ ഒരു ഇഗ്നോയുടെ അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എവിടെയാണ് നമുക്ക് അപ്ഡേറ്റഡ് ആവുന്നത് അല്ലെങ്കിൽ അപ്ലോഡ് ആവുന്നത് എവിടെയാണെന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങളൊരു ലേൺ വൈസ് ലേണറെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു കൺഫ്യൂഷൻ ആവശ്യമില്ല. പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ മെന്റർ അല്ലെങ്കിൽ LSEs ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ അസൈൻമെന്റ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. ബട്ട് നമുക്ക് സെൽഫ് ആയിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ, അത് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ
എവിടെയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഓവർവ്യൂ അവൈലബിൾ ആവണം. സോ അത് എവിടെയാണ് എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പം അഡ്മിഷൻ എടുത്ത് കൺഫർമേഷൻ ഒക്കെ വന്നിട്ടുള്ള ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമർത്ഥിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടാവും. സോ ആ ഒരു സമർത്ഥ് ഇഗ്നോ സൈറ്റിലൂടെയാണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അസൈൻമെന്റ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അപ്ഡേറ്റ് ആയി വരുന്നുണ്ടാവുക. അത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് മെന്റർ അല്ലെങ്കിൽ LSEസിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് അതിന്റെ ലിങ്കും കാര്യങ്ങളും ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും, നമ്മൾ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. നമുക്ക് ഈ ഒരു സെഷന്റെ കീ ടേക്ക് അവേസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഈ ഒരു എം എ എക്കണോമിക്സ് ഫസ്റ്റ് ഇയർ എന്നുള്ളതിൽ നമുക്ക് ടോട്ടൽ ഫസ്റ്റ് ഇയറിലേക്ക് 6 കോഴ്സസ് ആണ് വരുന്നത്. ടോട്ടൽ ക്രെഡിറ്റ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് 40 ക്രെഡിറ്റ്സ് ആണ്. ഇതിൽ MAC 203 ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആൻഡ് MAC 109 റിസർച്ച് മെത്തേഡ്സ്, ഈ 2 സബ്ജക്ട്സുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ്സ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന അല്ലെങ്കിൽ 8 ക്രെഡിറ്റ്സ് ഈച്ച് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്ന സബ്ജക്ട്സുകളാണ്. അതുപോലെ തന്നെ ഈ 2 സബ്ജക്ട്സുകൾ അല്ലെങ്കിൽ ഓരോ സബ്ജക്ട്സിനും നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഓരോ കോഴ്സസിനെയും നമ്മൾ ഈ ബ്ലോക്സുകളായിട്ടും യൂണിറ്റ്സുകളായിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈസിലി നിങ്ങൾക്ക് അത് അണ്ടർസ്റ്റാൻഡബിൾ ആവുന്നതിനും ആ ഒരു പോർഷൻസ് അല്ലെങ്കിൽ സിലബസ് കവർ ചെയ്ത് പോകുന്നതിനായിട്ടും അത് ഇഫക്റ്റീവ്ലി നമ്മുടെ ലേൺവൈസിന്റെ റിസോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അത് കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ഒരു സെഷൻ എൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എടുക്കേണ്ട ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. സോ മാക്സിമം ഈ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ദെൻ എനിക്ക് നിങ്ങളോട് റിമൈൻഡർ ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ഇനോഗ്രേഷൻ സെഷൻ മുതൽ നിങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും ന്യൂ ഹൊറൈസൺ ഫോം എന്നുള്ളത്, അല്ലെ? സോ നിങ്ങളുടെ ഈ ഒരു ലേണിംഗ് ജേർണിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ഈ ഒരു ഫോമിനുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ബിക്കോസ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് സപ്പോർട്ട് ആണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് ഈ ഒരു ഫോം തീർച്ചയായിട്ടും ലേൺവൈസിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ കൺസേൺഡ് മെന്ററിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ഇതുവരെ ആരെങ്കിലും ഈ ഒരു ഫോം ഫില്ല് ചെയ്യാത്തതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കൺസേൺഡ് മെന്റർ അല്ലെങ്കിൽ LSEനെ കണക്ട് ചെയ്യുക, അത് ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ഇത് ഷെയർഡ് ആയിരിക്കും. സോ ഇത് നിങ്ങൾ ഫില്ല് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക. ഇനി നമ്മൾ ഓൾറെഡി ഇപ്പൊ ഒരു കഴിഞ്ഞ പാസ്റ്റ് 2 വീക്സുകളായിട്ട് നിങ്ങളിപ്പം നിങ്ങളുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ പല സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രം ഇനോഗ്രേഷൻ ടു ഇന്ന് നിങ്ങളിപ്പം സിലബസ് ഡീകോഡിങ് അല്ലെങ്കിൽ സിലബസ് എന്താണെന്നുള്ളത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നിടം വരെ എത്തി നിൽക്കുകയാണ്. സോ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇനി 1 more സെഷൻ എന്നുള്ള രീതിയിൽ ഒരു കൺക്ലൂഡിംഗ് സെഷൻ കൂടിയാണ് നിങ്ങൾക്ക് ഇനി ഒരു ഓറിയന്റേഷന്റെ ഭാഗമായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നത്. സോ അത് നമുക്ക് 24th മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടിൽ 28th വരെ. സോ ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം ആയിരിക്കും നിങ്ങളുടെ സെഷൻ എന്ന് പറയുന്നത്. അത് എന്താണെന്നുള്ളത് പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ മെന്റർ ത്രൂ കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പം അന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി നിങ്ങൾ ആക്റ്റീവ് ആയിട്ടും അതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് ആയിട്ടും നിൽക്കേണ്ട ഒരു സെഷൻ ആണെന്ന് നമുക്ക് പറയാം. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇനോഗ്രേഷൻ സെഷനിൽ തന്നെ ലേൺവൈസിന്റെ ഭാഗത്ത് നിന്നും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു ആക്റ്റീവ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് സെഷൻസ് സ്റ്റാർട്ടിങ് മുതൽ ഫൈനൽ സെഷൻസ് വരെ പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നമ്മളോട് റെസ്പോണ്ട് ചെയ്തു പോകുന്ന ലേണേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഓൾറെഡി ഇൻഫോംഡ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഫിനാലെ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ അത്യാവശ്യം ഇന്ററാക്റ്റീവ് സെഷൻസ് അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ഗെയിംസ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു റാപ്പപ്പ് സെഷൻ ആണ് നമ്മുടെ കമ്മിങ് സെഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഒരു ഓഫ്ലൈൻ കോളേജ് ലെവലിലേക്ക് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ്സ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലേൺവൈസ് ആ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ മസ്റ്റ് ആയിട്ടും ഇതുവരെ നിങ്ങൾ എങ്ങനെയാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അതിനേക്കാളും ആക്റ്റീവ് ആയിട്ട് തന്നെ നമ്മുടെ റാപ്പപ്പ് സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓൾസോ ലേൺവൈസ് ടീമിന്റെ ഭാഗത്ത് നിന്നും. സോ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങളോട് എത്തിക്കാനായിട്ടുള്ളത്. ഇന്നത്തെ സെഷനിൽ നിന്നും നിങ്ങളുടെ സിലബസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് അവൈലബിൾ ആയെന്ന് കരുതുന്നു ഷെറിൻ മാമിന്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനിലൂടെ. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാത്തതായിട്ട് നിൽക്കുന്നതെങ്കിൽ, അതായത് സിലബസിന്റെ എന്തെങ്കിലും ഡൗട്ട്സ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാതെ നിൽക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ അതിന്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾ നാളെ മുതൽ പ്രോപ്പർ ആയിട്ട് പഠിച്ചു തുടങ്ങണം എന്നുള്ള രീതിയിൽ ഞാൻ വിഷ് ചെയ്യാണ്. സോ താങ്ക് യു ഫോർ ജോയിനിങ്. ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.